അപ്പോൾ നമ്മൾ ASA എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ. മെറ്റൽ സിലിണ്ടേഴ്സ് ഫിൽഡ് വിത്ത് നൈട്രസ് ഓക്സൈഡ് ഫോർ ഹോസ്പിറ്റൽ യൂസ് ഈസ് പെയിൻറ്റഡ് ഇൻ. നൈട്രസ് ഓക്സൈഡ് പെയിൻറ്റ് ബ്ലൂ കളറിലായിരിക്കും കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നത് നൈട്രസ് ഓക്സൈഡിൻ്റെ സിലിണ്ടറാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീഗൽ റിക്വയർമെൻറ്റ് ഫോർ ഓപ്പണിങ് എ ഡ്രഗ് സ്റ്റോർ? അത് ലൊക്കേഷൻ, മിനിമം സ്പേസ്, ഡ്രഗ് ലൈസൻസ്, സ്റ്റോർ അറേഞ്ച്മെൻറ്റ്. അത് സ്റ്റോർ അറേഞ്ച്മെൻറ്റ് ലീഗലായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ സ്റ്റോർ അറേഞ്ച്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് ലൊക്കേഷൻ. നോട്ട് എ ലീഗലായിട്ടുള്ള റിക്വയർമെൻ്റ് അല്ല കേട്ടോ. ലൊക്കേഷനാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. അടുത്തത്, ലനോലിൻ ഈസ് ഓൾസോ നോൺ ആസ്. ലനോലിനെ നമ്മൾ ഹൈഡ്രസ് വോൾഫാറ്റ് എന്നാണ് ലനോലിനെ വിളിക്കുന്നത്. അടുത്ത, കോമൺ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ത്രോംബോലൈറ്റിക്സ് ഏതാണ്? ബ്ലീഡിംഗ് ആണ് ത്രോംബോലൈറ്റിക്സ് ഉപയോഗിച്ചാലുള്ള കോമൺ ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ്. അടുത്ത, സിട്രാൽ ഇസ് എ മേജർ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് ഏതാണ്? ലെമൺ ഗ്രാസ് ഓയിലിൻ്റെയാണ്. ഈ വർഷം ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. സിട്രാൽ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ്. അടുത്ത, ദ ഡോസേജ് ഫോം ഇൻ വിച്ച് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് ദ ഡ്രഗ് ഈസ് റിട്ടൈൻ ഇൻ ദ റെക്ടം ഫോർ ദ ഡ്രഗ് ടു ആക്ട് എയ്തർ ലോക്കലി ഓർ സിസ്റ്റമാറ്റിക്. ഏതാണ്? റിട്ടൻഷൻ എനിമ എന്നാണ് പറയുന്നത്. ഫ്ലൂയിഡ് കണ്ടെയ്നിങ് ഡ്രഗ് റിട്ടൈൻഡ് ഇൻ ദ റെക്ടം, അത് അതാണ് റിട്ടൻഷൻ എനിമയാണ്. റിട്ടൈൻ എന്ന് പറയുന്നുണ്ട്, ഇൻ ദ റെക്ടം എന്ന് പറയുന്നത് റിട്ടൻഷൻ എനിമ. അടുത്ത്, സെമി സോളിഡ് ഡോസേജ് ഫോം വിത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഇൻസോലുബിൾ സോളിഡ് മെഡിക്കമെൻറ്റ്സ്. അതാണ് പേസ്റ്റാണ് സെമി സോളിഡ്. അതിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അടുത്ത്, കൊറിയാണ്ടർ ലീവ്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആണ് കൊറിയാണ്ടറിലുള്ളത്. കൺവീനിയൻറ്റ് ഡോസേജ് ഫോം ടു ഡെലിവർ പെല്ലറ്റ്സ് ഓർ ഗ്രാനുലാർ മെറ്റീരിയൽ ഓറലി. അത് ഏതാണ്? ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളാണ് പെല്ലറ്റ്സ് കൊടുക്കുക. ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾ പെല്ലറ്റ്സ് ഉള്ളത്. ഇൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി മിനിമം? ഏതാണ്? ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് മിനിമം ആയിരിക്കണം. ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും മിനിമം ആയിരിക്കണം ഇവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ. ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഒലിയോഗം റെസിൻ? ഏതാണ്? മിറാണ് ഒലിയോഗം റെസിൻ. അടുത്ത, ദ ബ്രേക്ക് ഡൗൺ ഓഫ് എ ടാബ്ലറ്റ് ഇൻ സ്മോളർ പാർട്ടിക്കുലർ ഗ്രാനുൾസ്, അതിനെ ഡിസിൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ പേഷ്യൻറ്റ് മെഡിക്കേഷൻ ടേക്കിംഗ് ബിഹേവിയർ കോയിൻസൈഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഹെൽത്ത് അഡ്വൈസ്. അത് അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? പിന്നെ ഓപ്ഷൻ ബി അഡ്ഹറൻസ് എന്ന് പറയുന്നത്. കോയിൻസിഡൻസ് ആയിട്ട് പേഷ്യൻസ് മെഡിക്കേഷൻ അത് ചെയ്യുന്നത്. ഓപ്ഷൻ ബി അഡ്ഹറൻസ്. അടുത്ത, ഗ്ലൈക്കോസൈഡ് പ്രസൻറ്റ് ഇൻ ആക്സോമിക്. ഏതാണ്? ലോഗാനിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ഈസ് ദ വയലറ്റ് ടർബുലൻസ് ഓഫ് എയർ ആൻഡ് സ്റ്റീം ടു റെഡ്യൂസ് ദ പാർട്ടിക്കുലർ അട്രീഷൻ. ഏതാണ്? ഫ്ലൂയിഡ് എനർജി മില്ലാണ് വയലൻ്റ് ടർബുലൻസ് ഉള്ളത് ഫ്ലൂയിഡ് എനർജി മില്ലിൽ. അടുത്ത്, ഓപ്ഷൻ ബി ആണ്. വിച്ച് എമോങ് ദ ഫോളോയിങ് ഇസ് എ ഫേസ് ടു റിയാക്ഷൻ ഓഫ് ഡ്രഗ് മെറ്റാബോളിസം? ഏതാണ്? കോൺജുഗേഷൻ ആണ്. ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? ഏതാണ്? ഓട്ടോക്ലേവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് യൂസ് ടു ഇൻക്രീസ് സോല്യൂബിലിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? ഏതാണ്? കോസോൾവൻസി ആണ്. ബൈ ദ അഡീഷൻ ഓഫ് വാട്ടർ മിസിബിൾ സോൾവെൻറ്റ്, അതിനെ നമ്മൾ കോസോൾവൻസി എന്ന് പറയും. അടുത്ത, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ എമൽഷൻ സ്റ്റെബിലിറ്റി? ഏതാണ്? ഫേസ് ഇൻവേർഷൻ ആണ് ടെമ്പറേച്ചറിൻ്റെ. ഗ്രീൻ വിട്രിയോൾ ഏതാണ്? ഫെറസ് സൾഫേറ്റ്. ഓപ്ഷൻ സി. അടുത്ത, ദ അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ ഓഫ് ലുറാസിഡോൺ? ഏതാണ്? ഷൈസോഫ്രീനിയക്കാണ് ലുറാസിഡോൺ കൊടുക്കുന്നത്. അടുത്ത, 1 ഫ്ലൂയിഡ് ഔൺസ് വോളിയം ഈസ് ഈക്വൽ ടു ദ 30 ml ആണ്. Okay, thank you for watching.